ഇതാ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ പോകുന്നു. അത് പാറ്റാകളുടെ രൂപത്തിലാവും. ഇതൊക്കെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഉണ്ടായിരുന്ന ബസ്. പക്ഷേ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയാനാവുമോ എന്നറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വെച്ച് നടത്തിയ പ്രതിഷേധം, ഇതൊക്കെ ഒരു ഓർഗനൈസ്ഡ് ഒരു അറ്റംപ്റ്റ്, ഒരു പ്രതിഷേധിക്കാൻ വേണ്ടി ഒരു പ്രതിഷേധം എന്ന നിലയിൽ നിന്നും അടുത്ത ലെവലിലേക്ക് കടന്നുവോ എന്ന ന്യായമായ സംശയം ഇപ്പോൾ തോന്നുന്നു. അങ്ങനെയല്ലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ തോന്നിയത്. ഡൽഹി നഗരമാകെ സ്തംഭിക്കും, പൊതുജന പ്രക്ഷോഭം, ജനകീയ പ്രക്ഷോഭം, അല്ലെങ്കിൽ യൂത്ത് ആങ്കർ, യൂത്ത് റാത്ത് വിൽ അൺറാവൽ, ഇതെല്ലാമായിരുന്നു പ്രതീക്ഷ. അങ്ങനെയല്ല സംഭവിച്ചത്. ഇത് അഭിജിത് ദീപ് ഡൽഹിയിലേക്ക് പറന്നിറങ്ങും. ഉടനെ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും. അദ്ദേഹത്തെ കൽത്തുറുങ്കിലടയ്ക്കും. പ്രക്ഷോഭകാരികളെ പോലീസ് ചെന്നം ഭിന്നം ചിതറി ഓടിക്കും. ഇതൊക്കെയായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. ഒന്നും സംഭവിച്ചില്ല. ഏതാനും പേർ, ഒരുപക്ഷെ 1000-ഓ 2000-ഓ 2000-ൽ താഴെ പേരായിരിക്കാം. ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വലിയ നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും പേർ വളരെ സമാധാനപൂർവം ഒത്തുകൂടി ജന്തർ മന്ദറിൽ. അതിനു മുൻപ് ഡൽഹി പാർലമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവരെല്ലാം കൂടി വരികയാണ്. എന്നിട്ട് അനുമതി ചോദിക്കാൻ അഭിജിത് ദീപ് എത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ അനുമതിക്കൊത്ത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾ അവിടെ പ്രതിഷേധിച്ചോളൂ എന്ന് പറഞ്ഞ് പോലീസ് നേരത്തെ തന്നെ കത്ത് തയ്യാറാക്കി, അനുമതി പത്രം തയ്യാറാക്കി വെച്ചിരുന്നു. അതങ്ങോട്ട് കൈമാറി. അതോടെ പകുതി ശൗര്യവും ചോർന്നിട്ടുണ്ടാകാം. ഇപ്പം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വീര്യവും വാശിയും ഒക്കെ വരുന്നത് എപ്പോഴാണ്? അടിച്ചമർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അതിശക്തമായി അതിനെ നേരിടാൻ ഭരണകൂടം ശ്രമിക്കുമ്പോഴാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഭരണകൂടം ഇതിനെ നിസ്സാരമായി അങ്ങ് അവഗണിച്ചു. നിങ്ങൾക്ക് പ്രതിഷേധിക്കണോ? വരൂ, പ്രതിഷേധിക്കൂ. നിങ്ങളൊരു വലിയ ഫാക്ടറല്ല, അതുകൊണ്ട് അവഗണിച്ച് അങ്ങ് വിടുകയായിരുന്നു. അവർ ഒത്തുകൂടി. അഭിജിത് ദീപ് നിന്നും വലിയ അത്ഭുതങ്ങളൊന്നും ഞാൻ കണ്ടില്ല. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പുതുതലമുറയുടെ ശബ്ദം ഡൽഹിയുടെ നിരത്തുകളിൽ ഇന്ന് മുഴങ്ങും, നാളെ രാജ്യം മുഴുവൻ മുഴങ്ങും. ഇതായിരുന്നു പ്രതീക്ഷ. യഥാർത്ഥത്തിൽ ആ പ്രതീക്ഷ ആ രൂപത്തിൽ പൂവണിയുന്ന ലക്ഷണം ഇല്ല ഇപ്പോഴത്തെ. കാരണം ഇത് മാറി മറിയുന്ന രാഷ്ട്രീയമല്ലേ. നിഗമനങ്ങളിൽ എടുത്തു ചാടാൻ ഞാൻ തയ്യാറല്ല. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുമല്ലോ. വി ആർ നോട്ട് ട്രൈങ് ടു പ്രൊജക്റ്റ് ദ ഷേപ്പ് ഓഫ് തിങ്സ്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സംഭവിച്ച കാര്യങ്ങളെ അനലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നാളെ എങ്ങനെ ആയിരിക്കുമെന്ന് ഇമാജിൻ ചെയ്യാനെങ്കിലും സാധിക്കൂ. ഇപ്പോൾ നോക്കൂ, ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ എന്തായിരുന്നു? കുറേ പ്ലക്കാർഡുകൾ. അതിൽ മോദി വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ ബുദ്ധിപൂർവ്വം പോലീസ് വാങ്ങി അങ്ങ് മാറ്റിവെച്ചു. സാമാന്യം നിർദോഷകരമായ, അല്ലെങ്കിൽ കുറച്ച് സർക്കാസ്റ്റിക്കായ ചില പ്ലക്കാർഡുകൾ മാത്രം അനുവദിച്ചു. അതാണ് ഒരു കാര്യം. 2, ഇവരുടെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ടായിരുന്നു. എന്താണ്? BR അംബേദ്കറുടെ ജീവചരിത്രം, ഓട്ടോബയോഗ്രഫി ഓഫ് BR അംബേദ്കർ. അതുമായിട്ടാണ് അഭിജിത് ദീപ് ഏതാണ്ട് സുസ്മേരവദനായി വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ലേ? അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ്, അതിനെ അങ്ങനെ അങ്ങോട്ട് അടിച്ചമർത്താനാവില്ലല്ലോ. അപ്പോൾ എന്തു പറയുമ്പോഴും ജയ് ഭീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി വീഴാൻ സാധ്യത കുറവാണ്. കാരണം ദളിതർക്ക് വേണ്ടി, അധസ്ഥിതർക്ക് വേണ്ടി, പിന്നാക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ തെരുവിൽ മർദ്ദിച്ചാൽ അത് ഭരണകൂടത്തിന് ദോഷമാണെന്ന തിരിച്ചറിവ് ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾ, അത് BJP മാത്രമല്ല, മറ്റ് സംസ്ഥാന ഭരണകൂടങ്ങളും BJP എതിർക്കുന്ന ശക്തികളും എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അംബേദ്കർ എന്ന കവചം, ഭരണഘടന എന്ന കവചം, ഇത് ആയുധമാക്കിയത് കോൺഗ്രസ് ആയുധമാക്കിയില്ലേ? കോൺഗ്രസിൻ്റെ സാമാജികരെല്ലാം, ലോക്സഭാ അംഗങ്ങളെല്ലാം തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത്? വൻപൻ വലിയ ഒരു ഭരണഘടനാ പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ഇത് അംബേദ്കറെ ആരുടെയും കുത്തകയാക്കാനാവില്ല. അംബേദ്കറുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. ഇനി അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം എന്താവണം വിളിക്കേണ്ടത്, എന്തായിരുന്നു മുഴങ്ങിക്കേണ്ടത്? ജയ് ഭീം നാച്ചുറലാണ്, ഭീം റാവു അംബേദ്കർ. ജയ് ശ്രീറാം വിളികളും ഉണ്ടായിരുന്നു, ഭാരതമാതാ കി ജയ് വിളികളും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഈ ഭാരതമാതാ ജയ് വിളി എന്ന് പറയുന്നത്
ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് ന്യായമായ സംശയം ഇത് കേട്ടപ്പോൾ തോന്നി. ജയശ്രീറാം വിളികൾ അവിടെ ഇവിടെ 1-2 എണ്ണം കേട്ടു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് കാര്യമായ ഒരു പ്രഭാവം ചെലുത്തിയില്ല. പക്ഷേ ഭാരത് മാത എന്ന സങ്കല്പം യുവജനങ്ങൾ ആ രീതിയിൽ ഏറ്റെടുക്കുമ്പോൾ അതൊരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണോ, അതോ മറ്റെന്തെങ്കിലും പൊളിറ്റിക്സ് ആണോ, അതോ അവർക്ക് ബദലായി ഒരു BJPക്ക് ബദലായി BJPക്കാൾ ശൗര്യപൂർവ്വം യുവജനങ്ങൾ ഇങ്ങനെ ഇന്ത്യൻ ദേശീയതയുടെ പുതിയൊരു പകർപ്പ് നൽകുകയാണോ അറിയില്ല. വന്ന ആളുകളെ കൂടി ശ്രദ്ധിക്കുക. SFIയുടെയും ഐസയുടെയും, ഏതാ ഐസ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് യൂണിയനാണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള ഒരു സ്റ്റുഡൻറ്റ് വിങ് ആണ്, സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനാണ്. റാഡിക്കൽ ലെഫ്റ്റ് വിങ് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ആണ്. അപ്പം ലെഫ്റ്റ് വിങ്ങേഴ്സ് അല്ലെങ്കിൽ റാഡിക്കൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് അതിന് ഇപ്പോൾ ഇന്ത്യയിൽ എക്സ്പ്രഷൻ ലഭിക്കുന്നില്ല. ആകെ ഉള്ളത് ചില ക്യാമ്പസുകളിലാണ്, ചില മോഡേൺ ക്യാമ്പസുകൾ, രാജ്യ തലസ്ഥാനത്തുള്ള അല്ലെങ്കിൽ പ്രമുഖ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസുകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ. ഇതിനെയൊക്കെ പലപ്പോഴും സംഘപരിവാർ ശക്തികൾ രാജ്യവിരുദ്ധ ശക്തികളായി അല്ലെങ്കിൽ ചൈനയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ കയ്യിലെ ടൂൾസായി കാണുന്നു. കമ്മ്യൂണിസത്തെ തന്നെ മറ്റൊരു രാജ്യത്തു നിന്നും വരുന്ന, വിദേശത്തു നിന്ന് വരുന്ന ഒരു ഐഡിയോളജിയായിട്ട് മാത്രമാണ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അവിടെ ലെഫ്റ്റ് റാഡിക്കൽ വിങ് ഇതിനകത്തേക്ക് ഇറങ്ങി നിൽക്കാനൊരു ശ്രമം നടത്തുന്നുണ്ടോ? ഒന്ന് അംബേദ്കറൈറ്റുകൾ, 2 ലെഫ്റ്റ് ഫ്രട്ടേണിറ്റി. അവർക്ക് മറ്റ് എക്സ്പ്രഷൻസ് ഇല്ല. രാജ്യത്താകമാനം ഇടതുപക്ഷം രാഷ്ട്രീയമായി തൂത്തെറിയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രവേശമാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്താണ് ഐഡിയോളജി? ഒറ്റ കാര്യത്തിലാണ് പാർട്ടി ആയിട്ടില്ല കേട്ടോ, ഇപ്പോഴും അതൊരു മൂവ്മെൻറ്റ് മാത്രമാണ്. അഭിജിത് ദീപ്കെ മഹാരാഷ്ട്രക്കാരനാണ്, അദ്ദേഹം ഡൽഹിയിൽ വന്നിറങ്ങി ഒരു പ്രസംഗമൊക്കെ നടത്തി കേട്ടോ, മോശമല്ലാത്തൊരു സംസാരമുണ്ടായി. പക്ഷെ അതിൽ കൂടുതൽ ഇളക്കി മറിക്കാൻ കഴിഞ്ഞോ എന്ന സംശയമുണ്ട്. എന്താണ് അവർ മുന്നോട്ട് വെച്ച ഒറ്റ കാര്യം മാത്രം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്ന പുഴുക്കുത്തുകൾ, പരീക്ഷാ നടത്തിപ്പിൽ വന്ന വീഴ്ചകൾ, ചോർച്ചകൾ, ശോഷണങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞതല്ലേ. ഇവിടെ വേണമെങ്കിൽ പറയാം മുഖ്യധാര പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയാത്തത് തങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഞാൻ അവർക്ക് മാർക്കിടും. കാരണം എന്തുകൊണ്ടാണ്? കോൺഗ്രസോ ഇടതുപക്ഷങ്ങളോ മറ്റ് പ്രാദേശിക പ്രതിപക്ഷങ്ങളോ BJP എതിർക്കുന്ന കക്ഷികൾക്കോ ഫലപ്രദമായി ഈ CBSE സംവിധാനത്തിലെ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകളെ ദേശവ്യാപകമായി തുറന്നെതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ശബ്ദിച്ചു, പക്ഷേ കാര്യമായ ട്രാക്ഷൻ ലഭിച്ചില്ല. പാർട്ടികൾ അത് ഏറ്റെടുത്തപ്പോഴാണ് രാജ്യമാസകലം കാര്യമായി ഇളകി മറിഞ്ഞത്. ഈ ഇളകി മറിഞ്ഞു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഇളകിയത്? സോഷ്യൽ നെറ്റ്വർക്കുകളിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. പാർട്ടി എന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് വേണ്ടി മാത്രമുള്ള വിദ്യാഭ്യാസ പ്രക്രിയ ഡീറെയിൽഡായത്, പുട്ടിംഗ് ദം ബാക്ക് ഓൺ റെയിൽ, ഇതിനു വേണ്ടി മാത്രം തുടങ്ങുന്ന ഒരു സംവിധാനമാണോ, ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയാണോ, അരാഷ്ട്രീയവാദമാണോ അവരുടെ മുഖമുദ്ര? അതോ ഇതിനൊക്കെ ഇടയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില രാഷ്ട്രീയ ശക്തികൾ, പ്രത്യയശാസ്ത്ര ശക്തികൾ ഇതിനിടയിൽ നുഴഞ്ഞു കയറുന്നുണ്ടോ? ഇതൊക്കെ ന്യായമായ ചോദ്യങ്ങളായി സാധാരണ ജനം, ഈ ബാൻഡ് വാഗണിലൊന്നും ചേരാത്ത സാധാരണ ജനം ചോദിക്കില്ലേ? അത് മാത്രമല്ല, സംഘപരിവാർ ശക്തികളെ, ഹിന്ദുത്വ ശക്തികളെ എതിർക്കാൻ തക്ക വലിപ്പം ഉണ്ടാകുമോ? തിയററ്റിക്കലി യെസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രാക്ടിക്കലി നോ എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്തുകൊണ്ടാണ്? ഒരു സംഘടന, ഒരു സോഷ്യൽ മീഡിയയിൽ പുലിയാകുന്നത് എളുപ്പമാണ്, മറഞ്ഞിരുന്നു കൊണ്ട് ഒളിവെടി വയ്ക്കാൻ എളുപ്പമാണ്. വൻ പുലികളാണ് സോഷ്യൽ മീഡിയയിൽ പലരും. പക്ഷേ നേരിട്ട് പ്രക്ഷോഭത്തിൻ്റെ തീച്ചൂളയിലേക്ക്, അഗ്നിജ്വാലയിലേക്ക് എടുത്തു ചാടാൻ എത്ര സാമൂഹിക മാധ്യമ പുലികൾക്ക് സാധിക്കും? അത് ചോദ്യമാണ്. ഹൂ ഇസ് ദർ ലീഡർ? ഹൂ ഇസ് അഭിജിത് ദീപ്കെ? അറിയപ്പെടുന്നൊരു പാരമ്പര്യം, ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുണ്ട്. അവരുടെ മീഡിയ വിങ്ങുമായും സോഷ്യൽ മീഡിയ വിങ്ങുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ താഴെത്തലം മുതൽ ഉയർന്നു വരുന്ന KSUവിലൂടെ, SFIയിലൂടെ, NSUIയിലൂടെ, ABVPയിലൂടെ ഒക്കെ ഉയർന്നു വന്ന് സ്ഫുടം ചെയ്തെടുക്കപ്പെടുന്ന രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വഞ്ചനയും ചതിവും നന്മയും എല്ലാം തന്നെ അടുത്ത് നിന്ന് കാണുന്ന, കണ്ടു വളരുന്ന ഒരാളുടെ ആ ഒരു റെസിലിയൻസ് ഉണ്ടാവില്ല സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയിലൂടെ വളർന്നു വരുന്ന ആളുകൾക്ക്. അത് ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു, ചെറിയൊരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു. അത് മാത്രമല്ല, മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ കൗതുകം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ
എല്ലാം ദേശീയ തലത്തിൽ കേരളത്തിൽ പിന്നെ SFIOയും പിന്നെ CBI അന്വേഷണവും ED റെയ്ഡും എല്ലാമായിരുന്നു കേരളത്തിലെ മുഖ്യ വിഷയമെങ്കിലും ദേശീയ തലത്തിൽ കാര്യമായി സംസാരിക്കപ്പെട്ടത് പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ പാർട്ടിയിലൂടെ, അത് ആം ആദ്മി പാർട്ടി റീലോഡഡ് ആണോ അതോ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ഉയരുകയാണോ? യൂത്ത് ഓഫ് ഇന്ത്യയിലെ യുവത്വം ദേശീയ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും പ്രാദേശിക കക്ഷികളിൽ നിന്നും പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് പുതിയൊരു പന്ഥാവ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രൂപത്തിൽ വെട്ടിത്തുറക്കുകയാണോ എന്നൊരു കാര്യമായ സംസാരം, വെരി ഹ്യൂജ് ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടായി. ഇനി അധികം സംസാരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സംസാരത്തിൻ്റെ മിക്കവാറും അവസാനത്തിലേക്ക് എത്തുന്നു. അതിനുള്ള കാരണം ഞാൻ പറയാം. 13-ാം തീയതി വരെ ക്ഷമിക്കും. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ല എങ്കിൽ ഇന്ത്യ ആസകലമാകമാനം പ്രക്ഷോഭം നടത്തും എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഡൽഹിയിലെ ഈ സൂചന ഗംഭീരമാക്കാമായിരുന്നു. ഗംഭീരമായില്ല എന്ന് തന്നെയാണ് എനിക്ക്. കാരണം ഞാനതിനെ സബ്ജക്റ്റീവായിട്ട് വിലയിരുത്തുന്ന ഒരു കാര്യമില്ല. അവരുടെ കോസ് നല്ലതാണ്, ഞാൻ ആ കോസിനെ പിന്തുണയ്ക്കുന്ന ആളാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ തക്ക ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. ഇനി ഉരുത്തിരിഞ്ഞ് വരുമോ എന്ന് പറയാൻ ഞാൻ ഭാവി പ്രവചിക്കുന്ന ആളല്ല. ഒരിക്കൽ പോലും ഞാൻ നാളെ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. ആർക്കും പറ്റില്ല, നമുക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് മുൻകാല പ്രക്ഷോഭങ്ങൾ, ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ, അരവിന്ദ് കെജ്രിവാളും സംഘവും, അതിനു മുമ്പ് തന്നെ അവരുടെ ഗുരുനാഥൻ അണ്ണാ ഹസാരെ, എത്ര കാലമാണ് ഒരു വലിയ ഉരുണ്ടുകൂടി രാജ്യവ്യാപകമായി ഉരുണ്ടു വന്ന അഴിമതിക്കെതിരെ, വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതത്തിനെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ, അവിടെ കൊടികുത്തി വീണ അരാജകത്വത്തിനെതിരെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇന്ത്യയിലെ യുവത്വം മാത്രമല്ല അർബൻ മിഡിൽ ക്ലാസ് ഉൾപ്പെടെ. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇപ്പോൾ കാണാനില്ല. പാർട്ടിയുടെ രൂപത്തിൽ ആ രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് കാണാനില്ല. അതുപോലെ ഈ CAD സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് അനുസരിച്ച് ആ ഒരു നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുത്തി വൻ പ്രക്ഷോഭമല്ലേ നടന്നത്. അപ്പം ആ ഒരു ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉണ്ടായ പ്രതിഷേധം, അതിൻ്റെ എല്ലാം സെൻറ്റർ ഡൽഹിയായിരുന്നു. ഡൽഹി നഗരം സ്തംഭിച്ചു. അതിനു മുൻപ് തന്നെ കർഷക സമരം, അത് ഓർമ്മയിൽ നിന്നും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെ ഓർമ്മയിൽ കർഷക സമരം ഉണ്ടാകുമല്ലോ. ഫാം ലോയ്ക്കെതിരെ 3 കർഷക നിയമം, അതായത് ഈ ഫാം ലോകൾക്കെതിരെ നടത്തിയ പ്രക്ഷോഭം, അത് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ അക്ഷരാർത്ഥത്തിൽ ഡൽഹിയുടെ ചുറ്റുപാട് സ്തംഭിപ്പിച്ചില്ലേ. ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിന്ന പ്രക്ഷോഭം പിന്നീട് കെട്ടടങ്ങി. അത് ശരിയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് വല്ലാതെ വിറച്ചു. ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ടി വന്നു. പ്രക്ഷോഭം വിജയം കണ്ടു. ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊന്നും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തില്ല. കാരണം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ കുറച്ച് പേരെ എത്താൻ സാധ്യതയുള്ളൂ. ഇനി നാളുകളിൽ 13-ാം തീയതി ധർമ്മേന്ദ്ര പ്രധാൻ ഏതായാലും രാജിവെക്കും എന്നൊന്നും ചിന്തിക്കാനുള്ള മൗഢ്യം എനിക്കില്ല. രാജിവെച്ചുവെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അർത്ഥം. രാജിവെച്ചു എന്ന് തന്നെ കരുതുക. രാജിവെച്ചാൽ പിന്നെ ഇവർക്ക് പറയാൻ എന്താണുള്ളത്? കാരണം യഥാർത്ഥത്തിൽ ഒരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ അഴിമതി എന്നത് വ്യാപകമായ വിഷയമാണ്. ഇത് വൺ ടൈം എററാണ്. പരീക്ഷണ നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി. അതൊരു വൺ ടൈം ലാപ്സാണ്. പക്ഷേ അത് ലാപ്സ് വന്നപ്പോൾ തുരുതുര CBSEയുടെയും നീറ്റിൻ്റെയും എല്ലാം തന്നെ എക്സാം ആകെ കുഴഞ്ഞു മറിഞ്ഞു. എക്സാം വാല്യുവേഷനും കുഴഞ്ഞു മറിഞ്ഞു. ഫലപ്രഖ്യാപനം വല്ലാതെ പാളിച്ച സംഭവിച്ചു. വിശ്വാസ്യത തകർന്നു. ആ ഒരു വിഷയമാണ് യൂത്തിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത്. അതിനുള്ള ജൈവികമായ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല കേട്ടോ. ഇത് ജൈവികമാണ്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ജൈവികമായ പ്രതികരണമായി മാത്രമേ കാണാനുള്ളൂ. ആ പ്രതികരണത്തിന് തെരുവിൽ ഒരു ട്രാക്ഷൻ ലഭിക്കുകയും ഒരു പാർട്ടിയുടെ രൂപം കൈവരിക്കുകയും ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. മറുവശത്ത് ആരോടാണ് എതിർക്കുന്നത്? ഘടനകളാണ്. ഈ ഘടനകൾ നയിക്കുന്നത് ആരാണ്? ഇപ്പോൾ നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിയും അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്കും പ്രാധാന്യമുള്ള അവർക്കൊരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. പലരും എതിർക്കുന്ന ഐഡിയോളജിയാണ്. ദേശീയത ഒരു വലിയ വൈകാരിക വിഷയമാണ്. ദേശീയതയോടുള്ള അവരുടെ കാഴ്ചപ്പാട്, അത് മറുപക്ഷം ഭരണഘടന ഉയർത്തിപ്പിടിച്ചതുകൊണ്ടോ, അംബേദ്കർ കീ ജയ് എന്ന് വിളിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ ഭാരതമാതാ കീ ജയ് എന്ന് വിളിച്ചതുകൊണ്ടോ BJP ഉയർത്തുന്ന ഒരുതരം ദേശീയത, അതിൻ്റെ മാധ്യമങ്ങളുടെ പിന്നുണ്ട്. ഗോദി മീഡിയ, അതിൻ്റെ പിൻബലമുണ്ട്. ഗോദി മീഡിയ ഒരു റിയാലിറ്റി അല്ലേ? അതിനെ അങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ
ഇവർക്ക് ആ രീതിയിലുള്ള മീഡിയയുടെ ഒരു കൗതുകം മാത്രമാണ്, ഒരു വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന പാർട്ടിയെ വലിയ രീതിയിൽ പൊക്കിക്കൊണ്ടുവന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ വലിയ ഇതാ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രതീതി ജനിപ്പിച്ച അതേ മാധ്യമങ്ങൾ തന്നെ പെട്ടെന്ന് പാർട്ടിയെക്കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും അങ്ങ് മാറ്റും. ഒരു പ്രസക്തമായ കാര്യമല്ല എന്ന് വിധിയെഴുതും. മറ്റേത് ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട്, അവിടെ ജാതിയുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, നേതാക്കളുണ്ട്, അറിയപ്പെടുന്ന ഫേസസ് ഉണ്ട്, കോർപ്പറേറ്റ് ലോബികളുടെ പിന്തുണയുണ്ട്. ഇതൊരു സിസ്റ്റമാണ്, എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിന് പിന്നിൽ, ഒരുപാട് പണം കിലുങ്ങുന്ന മേഖലയാണ്. അതിനെതിരെ ഇങ്ങനെയൊരു സംഭവം, ഒരു ന്യായമുണ്ട്. ഞാനതാണ് പറഞ്ഞത്, ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വശങ്ങളുമുണ്ട്. ഇത് വളരെ പാർഷ്യലായിട്ടുള്ള ഇതിനെ കാണാൻ ഞാൻ തയ്യാറല്ല. രണ്ട് വശങ്ങളുണ്ട്. പക്ഷേ ഇതിന് ഇപ്പോൾ പോകുന്നത് പോലെ പാർട്ടി മുന്നോട്ട് പോവില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 2 ദിവസം മുൻപ് വരെ, അല്ലെങ്കിൽ ഈ അഭിജിത് ദീപ്കെ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങുന്നതിന് മുൻപ് വരെ ഉണ്ടായിരുന്ന ആ ഒരു ആവേശം അഭിജിത് ദീപ്കെ ഇപ്പോൾ വന്നതിന് ശേഷം, പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിന് ശേഷം ഉണ്ടാകുന്നില്ല. പരമാവധി സംഭവിക്കാൻ സാധ്യതയുള്ളത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു മിനി പതിപ്പായി, ഒരു മിനി ആം ആദ്മി പാർട്ടി, അതും അർബൻ സെൻട്രിക് ഒരു ചെറിയ സംഘടനയായി മാത്രം കൗതുകത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് നിലനിൽക്കാൻ മാത്രം സാധ്യതയെ ഇപ്പോൾ കാണുന്നുള്ളൂ. അത് പ്രവചനമല്ല, അങ്ങനെ ഒരു സാധ്യതയെ കാണുന്നുള്ളൂ. അതിൽ കൂടുതലൊരു വിട്ട് കാണുന്നില്ല. അത് മാത്രമല്ല, പ്രതിപക്ഷം അടങ്ങിയിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? പിന്നെന്തിനാണ് പ്രതിപക്ഷം? അവർക്കെന്താണ് റോൾ? പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തുന്ന ചിന്തകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തയ്യാറായാൽ കോക്രോച്ച് പാർട്ടിക്ക് സ്പേസ് ഇല്ല. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദർ ഇസ് എ സ്പേസ് ഫോർ കോക്രോച്ചസ് ടു ഓപ്പറേറ്റ്. നോ സ്പേസ്. പ്രതിപക്ഷം ഇവിടെ ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. അല്ലാതെ കോക്രോച്ച് പാർട്ടി എന്ന പുതിയൊരു പാർട്ടിക്ക്, പുതിയൊരു സംവിധാനത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു ഇടം കണ്ടെത്തുക സാധ്യമാവും എന്ന് ഇപ്പോൾ കരുതുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, ഈ ചിന്ത ഇവിടെ ഉണ്ടാവും. എസ്റ്റാബ്ലിഷ്മെൻ്റ് നേരെയല്ല, ഭരണഘടനാ സ്ഥാപനങ്ങൾ നീതിപൂർവമല്ല പ്രവർത്തിക്കുന്നത്, ഇലക്ഷൻ നടക്കുന്നത് പൂർണ്ണമായി നീതിപൂർവമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. വിഷയങ്ങളാണതൊക്കെ. അതൊക്കെ പ്രതിപക്ഷങ്ങളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, കോക്രോച്ച് പാർട്ടി അല്ല. മറിച്ച് ഇന്ത്യയിലെ ഘടനാപരമായ പ്രതിപക്ഷങ്ങളാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ ചാരുത. അല്ലാതെ അരാഷ്ട്രീയവാദം. യഥാർത്ഥത്തിൽ ഇവരെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ തന്നെ ഇടതുപക്ഷങ്ങൾ അതിനകത്ത് കടന്നു കയറിയെന്ന് പറഞ്ഞാൽ നാളെ മറ്റു ചില ശക്തികൾ കടന്നു കയറാം. ഇവരെ മറയാക്കിക്കൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ ഇവരുടെ ഇടയിലേക്ക്, പാർട്ടികളുടെ ഇടയിലേക്ക് കയറില്ല എന്നതിന് എന്താണ് ഉറപ്പ്? അവിടെ BJP പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഗൗരവമായ ചിന്ത കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഇവരുടെ ഇടയിൽ അങ്ങനെയാണ് പല രാജ്യങ്ങളിലും, നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ സംഭവിച്ചത്. പ്രക്ഷോഭം വളരെ ജൈവികമായി ഉണ്ടായി. പക്ഷേ പ്രക്ഷോഭകാരികളുടെ ഇടയിലേക്ക് പലരും നുഴഞ്ഞു കയറി. ബംഗ്ലാദേശിൽ സംഭവിച്ചത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടരും കടന്നു കയറി. പലരാണ് കടന്നു കയറുന്നത്. അങ്ങനെയുള്ള കടന്നുകയറ്റങ്ങളല്ല ഇന്ത്യയിൽ ആവശ്യം. ജെനുവിൻ യൂത്ത് പവർ ആണെങ്കിൽ അത് വെന്റിലേറ്റ് ചെയ്യാൻ ജെനുവിൻ സംവിധാനം ഉണ്ടാകണം. അത് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ മാത്രം അത് സാധ്യമാവില്ല. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആശയമായി നിൽക്കട്ടെ. അതിനുള്ള വെഹിക്കിൾ ഉണ്ടാവും. അത് പാർട്ടി ആകണമെന്നില്ല, ഒരു വെഹിക്കിൾ ഉണ്ടാകും. ഇപ്പോഴത്തെ പ്രതിപക്ഷം തന്നെ ആ റോൾ ഭംഗിയായി നിർവഹിക്കുന്നിടത്തോളം കാലം പ്രതിപക്ഷങ്ങൾ തമ്മിത്തല്ലാതെ DMK പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, പ്രതിപക്ഷ ഐക്യനിരയെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഭരണപക്ഷത്തിന് തേർവാഴ്ച നടത്താവുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് ഇന്ത്യയിലെ പ്രതിപക്ഷം തന്നെയാണ്. അവർക്ക് സ്വയം കൃതാനർത്ഥം എന്ന് പറയാമെന്നല്ലാതെ പാർട്ടിയെ പഴിച്ചിട്ട് കാര്യമില്ല. പാർട്ടി അവരുടെ ഗുരുനാഥനായി പ്രവർത്തിക്കുകയും പാർട്ടിക്ക് അംഗീകാരം ലഭിക്കുന്നുണ്ടെങ്കിൽ സമാനമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തങ്ങൾക്കും ഒരു ഒന്നാന്തരം ഷാഡോ ക്യാബിനറ്റ്, നല്ല പ്രതിപക്ഷം ആയി മാറാൻ കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അവസാനിപ്പിക്കട്ടെ.